അപ്പോൾ നമുക്കിങ്ങനെ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിക്കാമെന്ന് പഠിച്ചാലോ. ഈ ഒരു മൾട്ടിമീറ്റർ വെച്ചിട്ടാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കംപ്ലൈൻ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതിന് അവിഭാജ്യ ഘടകമാണ് കേട്ടോ ഈ ഒരു മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീറ്ററിൽ നിങ്ങൾക്ക് ഒരു നോബ് കാണാൻ പറ്റും. അതിന് ചുറ്റും ഒരുപാട് ചിഹ്നങ്ങൾ അതുപോലെ ഡിജിറ്റൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യുക, അതാണ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഒരു തിരിച്ചു കൊടുക്കുന്ന നോബ് കണ്ടില്ലേ, ഇതിങ്ങനെ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് ചുറ്റും കറക്റ്റ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മൾട്ടിമീറ്ററിൽ കണക്ട് ചെയ്യേണ്ട 2 പ്രോബാണ് കേട്ടോ. അതിന് പ്രോബ് എന്നാണ് പറയുക, ബ്ലാക്ക് വൈറ്റ് കളറിൽ. അപ്പോൾ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഈ കോമൺ എന്ന് എഴുതിയതാണ് ഈ ഒരു ബ്ലാക്ക് കളറ്. അത് 3ാമത്തെ പിന്നിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഈ റെഡ് കളർ, അത് ഇതിൻ്റെ സെൻറ്ററിലെ പിന്നിലാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു മീറ്റർ വെച്ചിട്ട് ഫസ്റ്റായിട്ട് തന്നെ എങ്ങനെ നമുക്ക് വോൾട്ടേജ് എങ്ങനെ ചെക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്കങ്ങനെ DC വോൾട്ടേജാണ് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. DC വോൾട്ടേജ് ചെക്ക് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ അത്, ഈ ഒരു സെക്ഷന്. 200 മില്ലി വോൾട്ട് മുതൽ 1000 വോൾട്ട് വരെ നമുക്ക് ഈ ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ കറക്റ്റ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1000 വോൾട്ട് വരെ മാക്സിമം നമുക്ക് ഈ ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു DC വോൾട്ടേജ് ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നോബ് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ കൂടുതൽ വാല്യൂവിൽ ഇട്ടിട്ട് വേണം ചെക്ക് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ഈ മീറ്റർ കംപ്ലൈൻ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 9 വോൾട്ട് ബാറ്ററി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 20ലാണ് ഇട്ടിട്ടുള്ളത്, 20 വോൾട്ടിൽ. അപ്പോൾ അതിൽ ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഈ ഒരു പ്രോബ് കറക്റ്റായിട്ട് ബാറ്ററിയുടെ ടെർമിനലിൽ വെച്ച് വെക്കാം. ഇപ്പോൾ ഈ ഒരു ബാറ്ററിയിൽ നിന്ന് വരുന്ന വോൾട്ട് കറക്റ്റ് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. 9 പോയിൻറ്റ് സംതിങ് വോൾട്ടാണ് ഔട്ട്പുട്ടായിട്ട് ഈ ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ DC വോൾട്ട് എല്ലാ ബാറ്ററിയിലും വരുന്നതൊക്കെ നമുക്കിത് ഈ ഒരു ഓപ്ഷനിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ റിമോട്ടിൻ്റെ ബാറ്ററിയാണ്. ഇതിൽ നിന്ന് 1.24 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇതിൽ സാധാരണ വരുന്നത് 1.50 ആണ്. അപ്പോൾ കുറച്ച് പഴയതായതുകൊണ്ടാണ് വോൾട്ടേജ് കുറച്ച് ഡൗൺ ആയത് കേട്ടോ. അപ്പോൾ എങ്ങനെ DC വോൾട്ടേജ് ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് പഠിച്ചു. നമുക്ക് അടുത്തതായിട്ട് AC വോൾട്ടേജ് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ AC വോൾട്ടേജ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് കേട്ടോ അത്. അതിൻ്റെ ചിഹ്നം അവിടെ കാണാൻ കഴിയും, V, പിന്നെ ഒരു വേവിൻ്റെ ചിഹ്നം. അപ്പോൾ 200 വോൾട്ട് മുതൽ 750 വോൾട്ട് വരെ AC വോൾട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ AC കറണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ KCB എന്ന് വരുന്ന നമ്മുടെ പ്ലഗിൽ സോക്കറ്റിലൂടെ വരുന്ന കറണ്ടാണിത്. അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ഇതിലിട്ടിട്ട് ചെക്ക് ചെയ്യാം, അങ്ങനെ നോക്കാം. അപ്പോൾ 230 വോൾട്ട് 240 ലെവലിലൊക്കെ അല്ല നമ്മുടെ വീടുകളിൽ ലഭിക്കുക. അപ്പോൾ ഒരു 750 ഇടണം. കിട്ടുന്നതിൻ്റെ വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മുടെ നോബ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 750 വോൾട്ടിൽ ഇട്ടിട്ട് വേണം ഒരു 230 240 വോൾട്ടൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സോക്കറ്റിലേക്ക് ഈ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഒരു 222 223 ലെവലിൽ നമുക്ക് വോൾട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ AC വോൾട്ടേജും DC വോൾട്ടേജും ചെക്ക് ചെയ്യുന്ന പഠിച്ചു. ഇതിലുള്ള അടുത്ത ഓപ്ഷനാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് ഞാനിങ്ങനെ കാണിച്ചു തരുന്ന ഭാഗമല്ലേ, ഇത് ആംബിയർ കറണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു ഉപകരണം എത്രത്തോളം ആംബിയർ എടുക്കും ഒരു ഇതിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ അത് നോക്കുന്നതാണ് ഈ ഒരു ഓപ്ഷന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു റെഡ് ഇത് മാറ്റിയിട്ട് നമ്മുടെ 1ാമത്തെ പോയിന്റിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, 1ാമത്തെ ഹോളിലേക്ക്. ഇനിയാണ് നമുക്ക് ആംബിയർ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തിരിച്ച് മാക്സിമം 10 ആംബിയറാണ് ഇത് വെച്ചിട്ട് മാക്സിമം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 10ലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആംബിയർ എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന നോക്കാം. ഇപ്പോൾ ഈ ഒരു ചെറിയൊരു മിനി മോട്ടർ ഉണ്ടല്ലോ, അത് ഈ ബാറ്ററിയിൽ നിന്ന് നമ്മൾ സാധാരണ അങ്ങനെ വർക്ക് ചെയ്യിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മോട്ടർ എത്ര കറണ്ട് എടുക്കും, എത്ര ആംബിയർ എടുക്കുമെന്ന് നമുക്ക് ഇതിലിട്ടിട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്റർ ഇതുപോലെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു മിനി മോട്ടർ വർക്ക് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ ഡിസ്പ്ലേയിൽ ഇത് എത്രത്തോളം ആംബിയർ എടുക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും കേട്ടോ.
നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുക, അതിൽ റീഡിങ് വരുന്ന കാണാൻ പറ്റും. അത് 0.98 ലെവലിലാണ് ഈ ഒരു മോട്ടർ ആംബിയർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് 10 ആംബിയറിൻ്റെ വരെയുള്ള എല്ലാ ഇതും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അടുത്തതായിട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ HF എന്ന് എഴുതിയത് കാണാൻ പറ്റും. അത് വെച്ചിട്ട് എന്താണ് ടെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇതിട്ടിട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഉണ്ടല്ലോ, ട്രാൻസിസ്റ്ററാണ് ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒരു നീല കളറിൽ കാണാൻ കഴിയും, ഹോളുകൾ ഒരു 5-6 ഹോളുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഈ BC എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ E എന്ന് പറഞ്ഞാൽ എമിറ്റർ, B എന്ന് പറഞ്ഞാൽ ബേസ്, C പറഞ്ഞാൽ കളക്ടറാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് ചെക്ക് ചെയ്യാൻ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന സാധനം കേട്ടോ. ഇത് BC 547 എന്ന് പറയുന്ന ട്രാൻസിസ്റ്ററാണ്. ഇതിൻ്റെ പിന്നൗട്ട് 3 പിന്നുണ്ടാവും. ആ 3 പിന്നിൻ്റെ വാല്യൂ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ഒന്നാമത്തെ പിന്ന് കളക്ടർ, രണ്ടാമത്തെ പിന്ന് ബേസ്, മൂന്നാമത്തേത് എമിറ്ററാണ്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മുടെ ആ ഒരു മൾട്ടിമീറ്റർ ഉണ്ടല്ലോ, അതിൽ ആ ഹോള് കറക്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. ഫസ്റ്റിലെ ലെഗ് കളക്ടറാണ്, അതുപോലെ സെൻട്രലിലെ ലെഗ് ബേസാണ്, മൂന്നാമത്തേത് എമിറ്ററുമാണ്. അപ്പോൾ അത് കറക്റ്റ് മാച്ചാകുന്ന രീതിയിൽ ഇറക്കി വെച്ച് നോക്കാം. ഇവിടെ നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ നോബ് തിരിച്ച് ഈ HF എന്ന് പറയുന്ന അതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇതിൽ എത്ര വാല്യൂ കാണിക്കുന്നുണ്ടെന്ന് നോക്കും. അപ്പോൾ അത് വന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു BC 547 ട്രാൻസിസ്റ്ററിൻ്റെ ഒരു നോർമൽ വർക്കിംഗ് വാല്യൂ HF എന്ന് പറയുന്നത് 110 to 800 വരെയാണ്. അതിൻ്റെ ഉള്ളിൽ ഇതിൽ റീഡിങ് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല, വർക്കിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്കിതിൽ ഈ ഒരു മീറ്ററിലുള്ള അടുത്തൊരു ഓപ്ഷനാണ് കേട്ടോ, അത് കണ്ടിന്യൂറ്റി ടെസ്റ്ററാണ്. അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്ററിൻ്റെ സിമ്പിളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിലേക്കിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് അതിൽ നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോബ് തിരിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കുറേ കംപ്ലൈൻറ്റ് ഇത് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് മെയിനായിട്ട് വരുന്നത് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വയറിൻ്റെ 2 എൻഡിലേക്കായിട്ട് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് കണക്ട് ചെയ്താൽ എന്ത് സംഭവിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് മീറ്ററിൽ നിന്ന് ഒരു ബീപ്പ് സൗണ്ട്, ബസർ സൗണ്ട് കേൾക്കുന്നത് കാണാൻ പറ്റും. അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയർ ഓക്കെയാണ്, അതിൻ്റെ ഇടയിൽ കട്ടായൊന്നും പോയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള സ്വിച്ചുകളൊക്കെ ഉണ്ടല്ലോ, സ്വിച്ചിൻ്റെ 2 ലീഡുകളിലായിട്ട് ഇത് കണക്ട് ചെയ്ത് ഓൺ ആക്കുമ്പോഴും ഓഫ് ആക്കുമ്പോഴൊക്കെ ബീപ്പ് സൗണ്ട് കേൾക്കും. അപ്പോൾ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു ശബ്ദം കേൾക്കാൻ പറ്റില്ല. ഇത് നമുക്ക് അടുത്തതായിട്ട് ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻ്റ് വാല്യൂ ആണ്. അപ്പോൾ റെസിസ്റ്റർ ഉണ്ടല്ലോ, ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്. ആ ഒരു കമ്പോണൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഓംസ് റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അളവ് ഓം എന്ന് പറയുന്ന ഇതിലാണ് കേട്ടോ. അപ്പോൾ ഒരു റെസിസ്റ്ററിൻ്റെ ഓം എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1K റെസിസ്റ്ററാണ് കേട്ടോ. അതിൻ്റെ കളർ കോഡൊക്കെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ബ്രൗണ്, ബ്ലാക്ക്, റെഡ്. അപ്പോൾ അത് 1K ആണ്. 1K എന്ന് നമുക്കിതിൽ ഒരു 200 കേലൊക്കെ ഇട്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 2 എൻഡിലായിട്ട് ഇതിൻ്റെ പ്രോബ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എത്രയാണ് ഇതിൽ വാല്യൂ കിട്ടുന്നത്, അതിനനുസരിച്ച് ഈ ഒരു ഇതിന് കംപ്ലൈൻറ്റ് ഉണ്ടോ, ഇത് ഡാമേജ് ആണെന്നൊക്കെ മനസ്സിലാക്കാം. ഇപ്പോൾ 2 ലീഡുകളിലായിട്ട് നമ്മുടെ പ്രോബ് കണക്ട് ചെയ്തിരിക്കുകയാണ്. റീഡിങ് ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടണം, അപ്പോൾ ഇതിൽ റീഡിങ് കറക്റ്റായിട്ട് കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 0.98 ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ 1K റെസിസ്റ്ററാണ്. ഇപ്പോൾ 2% ഒക്കെ കുറവുള്ളൂ, അത് ടോളറൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പോൾ ഈ ഒരു റെസിസ്റ്റർ ഓക്കെ ആണ്. ഇതിൽ വാല്യൂ ഇതിൽ കുറവാണെങ്കിൽ ഇത് ഡാമേജ് ആണെന്ന് മനസ്സിലാക്കാം.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അടിയിലായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. തുടർന്ന് നമ്മുടെ ചാനലിൽ നിന്ന് വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.